സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ മിനിക്കുട്ടന് ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. മിനിക്കുട്ടൻ M4ടെക്കിന്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. അപ്പൊ അതില് നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്തതും അതുപോലെ തന്നെ ഞണ്ടിന്റെ റോസ്റ്റും ഒക്കെ കണ്ടിട്ട് ആൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ഞങ്ങള് ലുലുവിൽ പോയപ്പോ ഒരു ഫുൾ മീൻ അവന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഗ്രില്ല് ചെയ്യാനായിട്ട്. അപ്പൊ ഇന്ന് മിനിക്കുട്ടന്റെ വകയാണ് ഈ ഒരു ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന റെസിപ്പി. അല്ലേ നിമിക്കുട്ട? ഇതെങ്ങനെ ചെയ്യാന്ന് നിമിക്കുട്ടൻ നമുക്ക് പറഞ്ഞുതരേ. അപ്പൊ ഇന്ന് ഇതൊരു ചെറിയൊരു എന്താ പറയാ എന്റർടൈൻമെന്റ് വീഡിയോ ആയിട്ട് എടുത്താൽ മതി നിങ്ങള്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് വേണ്ടി ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ക്യാമറ. അതുപോലെ നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. മീൻ നമ്മൾ ഇന്നലെ തന്നെ ലുലുന്ന് അവര് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഉള്ളിലത്തെ വേസ്റ്റ് ഒക്കെ കളഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വരഞ്ഞെടുക്കണം, നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇതിന്റെ ഉള്ളിൽ പിടിക്കാനായിട്ട്. അപ്പൊ നിമിക്കുട്ടനാണ് ഇപ്പൊ മീനിനെ വരയാൻ പോണതേ. മുറിക്കല്ല, ഇതിനെങ്ങനെ വരിക അറിയോ? ഇങ്ങനെ വരാം. ഇവിടെ നമ്മുടെ മീനിനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് കേട്ടോ. രണ്ട് സൈഡും നല്ല പോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനിനെ അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് മസാല റെഡിയാക്കാം. അപ്പൊ ഞാൻ കുറച്ചൊരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൽ വലിയ കൂടുതൽ മസാല ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും പതുക്കെ. അങ്ങനെ നമ്മുടെ ഒരു കൈ അളവിനാണ് നമ്മളിതൊക്കെ ഇടുന്നത്. പിന്നെ കുറച്ച് ഇതെടുക്കണ്ട, മുളകുണ്ട്. കുറച്ച് മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ്. അപ്പൊ അതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല, എന്നാൽ നല്ല കളർ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി നമുക്ക് കുറച്ച് ഒരു 2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അപ്പൊ അത് നമ്മള് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് മതി. ഇതിന്റെ ഫ്ലേവർ കുറച്ച് കൂടി നിന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു കറക്റ്റ് മീനിന്റെ ഫ്ലേവർ കിട്ടണം. ഇനി ഉപ്പ് കൂടും, ഉപ്പ് കൂടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു മുറി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു വയ്ക്കാം. പിഴിഞ്ഞു വയ്ക്കാം. അവിടെ ഇരുന്നിട്ട് പിഴിഞ്ഞു വയ്ക്കാം. അമർത്ത്. അങ്ങനെ പറ്റില്ല കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതില് ആ ഒരു പുളിപ്പ് രസമുണ്ട്, പുളിപ്പിന്റെ ടേസ്റ്റ് മീനിലേക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇത്രയും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മള് മെയിൻ ആയിട്ട് ഇതിൽ ചേർക്കുന്നത് ബട്ടറാണ്. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്. അൺസാൾട്ടഡ് ബട്ടറാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ചേർക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിൽ ആഡ് ചെയ്യാനായിട്ട്. സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് അതിനനുസരിച്ചിട്ടേ ചേർക്കാൻ പാടുള്ളൂ. ഇത്രയും മതി, കൂടുതൽ ബട്ടറിന്റെ ഫ്ലേവറും വേണ്ട. ഈ ബട്ടറും നമ്മുടെ ഈ ഒരു മസാലയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്.
നമ്മളിതിൽ ബട്ടറും അതുപോലെ തന്നെ നാരങ്ങ നീരൊക്കെ ചേർത്തത് കൊണ്ട് ഈ മസാലയിലേക്ക് പിന്നെ എക്സ്ട്രാ നമുക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വരഞ്ഞു വെച്ചിട്ടുള്ള മീനിനെ ഇങ്ങോട്ട് എടുക്കാം. ഇവിടെ മസാല റെഡിയായേ. അപ്പൊ നമ്മള് മീനിലേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാൻ പോവാണ്. ഈ ഒരു വരഞ്ഞ ഗ്യാപ്പിലേക്കൊക്കെ നന്നായിട്ട് മസാല അങ്ങോട്ട് ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മളിത് ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ നല്ല ഉപ്പും മുളകും എരിവും ഒക്കെ അതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ഈ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു ഏകദേശം 1 മണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. കാരണം അത്യാവശ്യം വലിയ മീനാണ്. ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മസാല ഫുള്ള് മീനിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാം. ബിബിക്കുട്ടന് ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നിണ്ട്. അതായത് എരിപ്പാ റെഡിയാവും. ആള് കൂടുതലും കാർട്ടൂണൊക്കെ കാണുന്നതിന് പകരം എന്താ കാണാല് എംപോർട്ടൊക്കെ അല്ലേ? അതിൽ ആരൊക്കെ ഉള്ളതൊന്ന് പറഞ്ഞു കൊടുക്കോ? ആരൊക്കെയാണ് ആരാ ചെയ്യണത്? എന്ത് മച്ചാനാണ്? ജിയോ മച്ചാനും പിന്നെ പ്രവീൺ മച്ചാനോ? പ്രവീൺ മച്ചൻ ചെയ്യുന്നില്ല. പ്രവീൺ മച്ചൻ ക്യാമറ മാത്രല്ലേ. അപ്പൊ ഞങ്ങൾ ആ മീന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഓവനിൽ ഗ്രിൽ ചെയ്തെടുക്കാം. അല്ലേ നീക്കുട്ടാ? നീക്കുട്ടൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ മീനിനെ ഇവിടെ ഗ്രിൽ ചെയ്യാൻ വേണ്ടി ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവനിലേക്ക് വെക്കാം. അപ്പൊ ഞാൻ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ മീനിനെ അങ്ങോട്ട് വെക്കാൻ പോകുന്നത്. അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ഒരു 160 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിവിടെ ഇങ്ങനെ ഇരുന്ന് റെഡി ആവട്ടെ. അപ്പൊ നമ്മുടെ ഗ്രിൽഡ് ഫിഷ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നീക്കുട്ടൻ ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഉച്ചയ്ക്ക് റെഡിയാക്കാൻ നോക്കിയത് ശരിയായില്ല, അപ്പോഴും കറണ്ട് പോയി. അതുകൊണ്ട് നമ്മൾ രാത്രിയിലാണ് ഇപ്പൊ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത് അല്ലേ. റെഡി അല്ലേ കഴിക്കാൻ? അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്നിട്ട് ടേസ്റ്റ് നോക്കാം. അപ്പൊ നമുക്ക് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നീക്കുട്ടന് കൊടുക്കാം അല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം. അടിപൊളി അടിപൊളി. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഈ തൊലിയും എല്ലാം കൂടി ഒരുമിച്ചെടുക്കാം. ചെറിയ കഷ്ണം ഉള്ളി, ഭയങ്കര സോഫ്റ്റ് ആണ്. എല്ലാവർക്കും കൂടി കഴിക്കാം.